Classification of financial market. Financial markets is the place where financial securities like stocks, bonds, debentures are being exchanged at different prices. അപ്പം ഓരോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, ഡിബഞ്ചേഴ്സ് ആയിക്കോട്ടെ, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് ഏരിയയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്, മണി മാർക്കറ്റും ഉണ്ട്. നമുക്കാദ്യം ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ മാർക്കറ്റ് പ്ലേസ് ഫോർ ദ ട്രേഡിംഗ് ഓഫ് ലോങ് ടേം ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഇക്വിറ്റി അതേപോലെ തന്നെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ട്രേഡ് ചെയ്യുന്ന ലോങ് ടേം സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് പ്ലേസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. And this capital market can be again classified as primary market and secondary market. Primary market എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the first issue or the new issue market, and secondary market എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് വീണ്ടും ട്രേഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റിൽ, ലൈക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സോ ഇതാണ് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ലോങ് ടേം ക്യാപിറ്റലാണ് ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ്, ബോറോയിങ്ങിനും ലെൻഡിങ്ങിനും വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻ്റ് ആണ്. രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. ഇനിയും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെ രണ്ട് രീതിയിൽ നമുക്ക് കോർപ്പറേറ്റ്സിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് വഴിയും അതേപോലെ തന്നെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് വഴിയും നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് നോക്കാം ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൻ്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് മേടിക്കുന്നവർ ആ കമ്പനിയുടെ ലീഗൽ ഓണേഴ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, a contract which guarantees a residual interest in the assets of an enterprise after deducting all its liabilities including dividend on preference shares. സോ ഒരു കമ്പനിയാണ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസ് മേടിക്കുന്നവർ എന്തായി മാറും? അതിൻ്റെ ഓണേഴ്സായി മാറും. അവർക്ക് ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തതിന് ശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കിട്ടും. അതേപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അടുത്തൊരു ബെനിഫിറ്റാണ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും. ആൻഡ് ഇക്വിറ്റി ഷെയർസ് ആർ ദ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് ഹാവ് എ മെച്യൂരിറ്റി ഡേറ്റ്. അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനൊരു പെർട്ടിക്കുലർ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇക്വിറ്റി ഷെയർസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറൻറ്റ്സ്, അതേപോലെ തന്നെ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്, നോൺ വോട്ടിംഗ് ഷെയർസ് ആൻഡ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഫസ്റ്റ് തന്നെ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറൻറ്റ്സ്. ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൈറ്റ് ടു പർച്ചേസ് an underlying asset at a specified price within a certain time. നമുക്ക് ഇക്വിറ്റി ഷെയർസിൻ്റെ കൂടെ ഡിറ്റാച്ചബിൾ വാറൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ആ വാറൻറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ദ ഹോൾഡർ ക്യാൻ അപ്ലൈ ഫോർ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അഡീഷണൽ ആയിട്ട് കുറച്ച് ഇക്വിറ്റി ഷെയർസിനും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇറ്റ് വിൽ ബി അപ്ലൈഡ് ഫോർ അറ്റ് എ predetermined price and it should be applied within a given time. ഇതാണ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിറ്റാച്ചബിൾ വാറൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്. ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോ ഷെയർസ് വിച്ച് ക്യാരി മോർ വോട്ട്സ് ദാൻ ഓർഡിനറി ഷെയർസ് ഡു. സാധാരണ ഒരു ഇക്വിറ്റി ഷെയർസിന് കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഏതിന് കിട്ടും? ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സിൽ കിട്ടുന്നതായിരിക്കും. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ, നോൺ വോട്ടിംഗ് ഷെയർസ്. നോൺ വോട്ടിംഗ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോട്ടിംഗ്, ഇറ്റ് ഡസ് നോട്ട് ക്യാരി വോട്ടിംഗ് റൈറ്റ്സ്. അപ്പം നോൺ വോട്ടിംഗ് ഷെയർസ് മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഹോൾഡറിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവില്ല, പകരം ദേ ആർ എലിജിബിൾ ഫോർ എ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. കാരണം വോട്ടിംഗ് റൈറ്റ് സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ട് ദേ വിൽ ബി ഗിവിങ് അനദർ ബെനിഫിറ്റ്. അഡീഷണൽ ആയിട്ട് കുറച്ച് ഹയർ റേറ്റിലുള്ള ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് വണ്ണാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർസ് കമ്പനി അവരുടെ എംപ്ലോയീസിന് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റിൽ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ നൗൺ ആസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് കൈൻഡ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, വിച്ച് കംസ് അണ്ടർ ഓണർഷിപ്പ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് പ്രിഫറൻസ് ഷെയർസ്. ആ വാക്യം തന്നെയുണ്ട്, ദേ വിൽ ബി ഗെറ്റിംഗ് സം പ്രിഫറൻസ്. പ്രിഫറൻഷ്യൽ റൈറ്റ്, രണ്ട് രീതിയിലുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് ആണ് അവർക്ക് കിട്ടുന്നത്. റൈറ്റ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റും കിട്ടും, അതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ റൈറ്റ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലും കിട്ടും. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനൊരു പ്രിഫറൻസും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. സോ ദേ വിൽ ബി ഗെറ്റിംഗ് ടു പ്രിഫറൻസ് റിഗാർഡിംഗ് റൈറ്റ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഇക്വിറ്റി ഷെയർസിന് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ റൈറ്റ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിനും ഒരു പ്രിഫറൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരിക്കുന്നതല്ല. ഇൻ എനി മാറ്റർ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, കമ്പനിയുടെ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. പ്രിഫറൻസ് ഷെയർസും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആദ്യം തന്നെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡീമബിൾ, ഇറ്റ് ഷുഡ് ബി റീപെയ്ഡ് ബാക്ക് ആഫ്റ്റർ എ ഗിവൺ പീരീഡ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പാണ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്, വിച്ച് ആർ നോട്ട് റിഡീംഡ് എക്സെപ്റ്റ് ഓൺ ദ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. അപ്പം ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റീപെയ്ഡ്, ദേ വിൽ ബി റീപെയ്ഡ് except they will be repaid on the liquidation of the company. അതിന് മുന്നേ അവരെന്ത് ചെയ്യത്തില്ല, അത് റിഡീം ചെയ്യത്തില്ല. ഇനി തേർഡ് ക്ലാസിഫിക്കേഷൻ ആണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ്. പ്രിഫറൻസ് ഷെയർസ് ആണ്, അതിനൊരു കൺവേർട്ടബിൾ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ്. നാലാമതായിട്ട് പറയുന്നതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. അവർക്ക് ഒരു ഫിക്സഡ് റേറ്റിൽ റെഗുലർ ഡിവിഡൻഡ് കിട്ടുന്ന കൈൻഡ് ഓഫ് ഷെയർസിനെയാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ക്യുമുലേറ്റീവ്, അവരുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ഡിവിഡൻഡ് പേയബിൾ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി പെയ്ഡ് ഇൻ എ, ആ ഒരു വർഷം പേ ചെയ്യാത്ത ഡിവിഡൻഡ്, ഒരു പെർട്ടിക്കുലർ ഇയറിൽ പേ ചെയ്യാത്ത ഡിവിഡൻഡ് അവർക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇയറിൽ ഒരുമിച്ച് മേടിക്കാനായിട്ട് അക്യുമുലേറ്റ് ചെയ്ത് മേടിക്കാനായിട്ട് പറ്റും. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സിക്സ്ത് വൺ ആണ് പ്രിഫറൻസ് ഷെയർസ് വിത്ത് വാറന്റ്. നമ്മൾ നേരത്തെ ഇക്വിറ്റി ഷെയർസ് വിത്ത് വാറണ്ടിനെ പറ്റി പഠിച്ചു. ഇവിടെയും പ്രിഫറൻസ് ഷെയർസ് വിത്ത് വാറണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സർട്ടൻ നമ്പർ ഓഫ് ഷെയർസിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സർട്ടൻ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിന് വേണ്ടി അഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൊരു പ്രിഫറൻസ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സെവൻത് വൺ, ഫുള്ളി കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ഫുള്ളി കൺവേർട്ടബിൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന ഷെയർസിൻ്റെ ഒരു പാർട്ട് ഓഫ് such shares are automatically converted into equity shares on the date of allotment. അലോട്ട്മെൻറ്റ് ഡേറ്റിൻ്റെ അന്ന് തന്നെ നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്ന പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒരു പാർട്ട് ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, വിൽ ബി റിഡീംഡ് അറ്റ് പാർ ഓർ കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ആഫ്റ്റർ എ ലോക്ക് ഇൻ പീരീഡ്. ബാക്കി വരുന്ന, അതായത് ആദ്യത്തെ പകുതി ഓട്ടോമാറ്റിക്കലി ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. ബാക്കി വരുന്നത് നമുക്ക് ഒന്നെങ്കിൽ അറ്റ് പാർ വാല്യൂ റിഡീം ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വിറ്റി ഷെയർസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി ഇൻവെസ്റ്റേഴ്സിൻ്റെ ആവശ്യാനുസരണം നമുക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇനിയും രണ്ട് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസും കൂടാണ്, ഡിബഞ്ചേഴ്സും അതേപോലെ തന്നെ ബോണ്ട്സും. ഡിബഞ്ചേഴ്സും